UDFന് തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളത്. ഇന്നലത്തെ പ്രിയങ്ക ഗാന്ധിയുടെ പര്യടനം, ഇന്നിപ്പോൾ ശ്രീ പാണക്കാട് തങ്ങളുടെ പര്യടനം, അങ്ങനെയെല്ലാം ഒരു അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ വളരെ കംഫർട്ടബിളായ ഒരു മെജോറിറ്റിയിൽ നല്ല ഭൂരിപക്ഷത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും. എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് പ്രവചിക്കാൻ പറ്റും? ഞാനിപ്പോൾ അത് പറയുന്നത് ശരിയല്ല. ഞാൻ കംഫർട്ടബിൾ എന്ന് പറഞ്ഞതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം, അത്ഭുതപ്പെടുത്തുന്ന ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും. പിണറായി സർക്കാരിനെതിരെയുള്ള വിലയിരുത്തലും കൂടി ആകുമെന്ന് ഉറപ്പായിട്ടും ആയിരിക്കുമല്ലോ. അങ്ങനെ ഒരു ഭൂരിപക്ഷത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുമ്പോൾ അത് സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിലയിരുത്തലാകും, വിധിയെഴുത്തായിട്ട് മാറും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഉള്ള ഒരു ചൂണ്ടുപലകയായിട്ട് മാറും. തീർച്ചയായിട്ടും വലിയ വിജയപ്രതീക്ഷയിലാണ്. ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ, അത് ചരിത്ര ഭൂരിപക്ഷത്തിൽ തന്നെ ഞങ്ങൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. 23-ന് ശേഷം കേരളത്തിലെ കാവൽ സർക്കാരായിരിക്കും പിണറായി വിജയൻ്റെ സർക്കാർ. അത് ഇപ്പോഴേ തീർച്ചപ്പെടുത്താം. പപ്പടം പൊട്ടും പോലെ എം സ്വരാജ് പൊട്ടും. അതിൽ കൂടുതലൊന്നും പറയാനില്ല. എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും? ഞാൻ പറഞ്ഞില്ലേ, ചരിത്ര ഭൂരിപക്ഷം. നിലമ്പൂരിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനായിരിക്കും ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.